എല്ലാവർക്കും നമസ്കാരം. ദേവ് സ്റ്റോക്സിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 65 100ലേക്ക് അടുക്കാൻ ഇനി 35 ദിവസങ്ങൾ മാത്രം. മത്സരം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിനകത്തും ഒരുപാട് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം കാണിച്ചു പോയ ഒരു എപ്പിസോഡായിരുന്നു. സംഭവബഹുലമായ കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ടൊന്നും ഇല്ല. നോമിനേഷൻ ഉണ്ടായിരുന്നു, പിന്നെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കൽ, ടാസ്കുകൾ, സ്പോൺസേഡ് ടാസ്കും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയ ദിവസമായിരുന്നു ഇന്ന്. പ്രത്യേകിച്ച് ഒരുപാട് തല്ലുപിടികളോ വഴക്കോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. സാധാരണ ബിഗ് ബോസ് എന്ന് പറയുന്നത് വഴക്കുകളുടെ ഒരു മഹാസമ്മേളനം നടക്കുന്ന ഒരു വീടാണ്. പക്ഷേ ഇതങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മോർണിംഗ് സോങ്ങോടുകൂടിയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ നന്ദന ക്യാപ്റ്റനായിട്ട് വന്ന ഒരു വീക്കാണ്. അതോടൊപ്പം തന്നെ പവർ റൂം അല്ലെങ്കിൽ പവർ ടീം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒഴിവാക്കപ്പെട്ട ആഴ്ചയും. ഇന്നലത്തോടു കൂടി പവർ ടീം പവർ റൂം ഉണ്ടാവില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എല്ലാവരും ഇൻഡിവിജ്വലി കളിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഓരോ ജോലികളുടെ അടിസ്ഥാനത്തിൽ 4 ടീമുകളായിട്ട് ഇവർ തിരിച്ചിട്ടുണ്ട്. പവർ റൂം പീപ്പിൾസ് റൂം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ അങ്ങനെയാണ് വീട്ടിലെ നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത്. നിലവിലെ ക്യാപ്റ്റനായ നന്ദനയോട് സിജോ രാവിലെ ഒരു കംപ്ലൈന്റ് പറയുവാണ്. ഹൗസിലെ മെമ്പേഴ്സിന് പലർക്കും ദിനചര്യകൾ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. കാരണം ജാസ്മിനും നോറയും കുളിക്കാൻ ഒരുപാട് സമയം എടുക്കുന്നു. ഇതാണ് ആദ്യത്തെ പരാതി. അപ്പോൾ നന്ദന പറഞ്ഞു, ഒന്നുകിൽ രാവിലെ എഴുന്നേറ്റ് കുളിക്കുക, അല്ലെങ്കിൽ ടാസ്കിന് ശേഷം കുളിക്കുക എന്ന രീതിയിൽ അതിനൊരു പരിഹാരം നന്ദന നിർദ്ദേശിച്ചു. അപ്പൊ ക്യാപ്റ്റന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നിർദ്ദേശമാണ്. സോ അത് അവർ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്തൊരു വിഷയം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ശ്രീധുവിന് ഭയങ്കര സങ്കടം പവർ റൂം നഷ്ടപ്പെട്ടതിൽ. കാരണം പീപ്പിൾസ് റൂം ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും വന്ന് കയറി ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു റൂമായിട്ട് മാറും. അപ്പൊ അതിന്റെ സങ്കടം ശ്രീധു അർജുനോട് ഷെയർ ചെയ്യുന്നുണ്ട്. ക്യാപ്റ്റൻ അധികാരം ഏറ്റെടുക്കുന്ന ചടങ്ങാണ്. അപ്പോൾ അതിനകത്ത് പവർ ടീം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ അധികാരവും ക്യാപ്റ്റനിലാണ് ഉള്ളത്. സോ നന്ദനയുടെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി എങ്ങനെയാണെന്ന് കണ്ടറിയേണ്ടതുണ്ട്. കാരണം തുടക്കത്തിൽ തന്നെ ഒരുപാട് കണ്ടീഷൻസ് വെച്ചുകൊണ്ടാണ് നന്ദന സംസാരിച്ചത്. ആരും അധികം സംസാരിക്കാൻ പാടില്ല, എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അത് എന്നോട് മാത്രം പറയുക, പരസ്പരം ഷെയർ ചെയ്യാതിരിക്കുക, പരസ്പരം സംസാരിച്ച് വഴക്കുണ്ടാക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് നന്ദന വളരെ ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വന്നത് ടീം തിരിക്കലായിരുന്നു. 4 ടീമുകളായിട്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം പിന്നെ വന്നത് നോമിനേഷനാണ്. ഇപ്രാവശ്യം നോമിനേഷൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് ഓപ്പൺ നോമിനേഷൻ അല്ലായിരുന്നു, കൺഫെഷൻ റൂമിൽ വിളിച്ചുകൊണ്ടുള്ള നോമിനേഷൻ ആയിരുന്നു. പക്ഷേ 2 കണ്ടസ്റ്റന്റ്സിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയും അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് അവരിൽ ആർക്ക് നോമിനേഷനിലേക്ക് പോകണം എന്ന് തീരുമാനിക്കാം. ഇനി 2 പേരും നിശ്ചിത സമയത്തിനുള്ളിൽ നോമിനേഷനിലേക്ക് പോകാൻ തയ്യാറായില്ലെങ്കിൽ 2 പേര് നോമിനേഷനിലേക്ക് പോകും. ഇതായിരുന്നു ബിഗ് ബോസിന്റെ റൂൾ. അപ്പൊ ആദ്യം അതിൽ അഭിഷേകിനെയും ജാസ്മിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് 2 പേരുടെയും കുറ്റവും കുറവും എല്ലാം പറഞ്ഞ് അവസാനം 2 പേരും നോമിനേഷനിലേക്ക് പോകാൻ തയ്യാറായില്ല. സോ അവരോട് നിങ്ങളുടെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം ജിൻഡോയും അർജുനും വന്നു. വളരെ മനോഹരമായിട്ടുള്ള സംസാരമായിരുന്നു 2 പേരും അവരുടെ കുറ്റങ്ങളും കുറവുകളും അല്ല പറഞ്ഞത്, അവരുടെ നിലവിലുള്ള സാഹചര്യങ്ങളാണ് പറഞ്ഞത്. ഇതുവരെ അർജുൻ നോമിനേഷനിലേക്ക് വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ. ജിൻഡോ കഴിഞ്ഞ ആഴ്ച വരെ നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഫ്രാങ്കായിട്ട് സംസാരിച്ച് 2 പേരും നോമിനേഷനിലേക്ക് പോകാൻ തയ്യാറായില്ല. അങ്ങനെ അവരെയും സമയം കഴിഞ്ഞു പറഞ്ഞു വിട്ടു. പിന്നെ വന്നത് അൻസിബ നോറയാണ്. അവിടെ നോറ പറഞ്ഞ കാര്യങ്ങളൊക്കെ അൻസിബ അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഓക്കെ റെഡിയാണ് നോമിനേഷനിലേക്ക് പോകാനെന്ന് പറഞ്ഞു. കാരണം എനിക്ക് തോന്നുന്നു അൻസിബ അവിടെ മടുത്തും തോന്നുന്നു. കാര്യം ഒന്നിനൊരു താല്പര്യമില്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട് അൻസിബയിൽ. ഒരു പക്ഷേ ഒരിക്കലും ലാലേട്ടൻ കഴിഞ്ഞ ദിവസം വന്ന് അത്രയും റോസ്റ്റ് ചെയ്തതിന്റെ പേരിലുള്ളൊരു മനോവിഷമോ കാര്യങ്ങളൊന്നും ആണെന്ന് തോന്നുന്നില്ല. അതിന് മുന്നേ തന്നെ അൻസിബയ്ക്ക് പോകണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പ്രേക്ഷകർ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ നിർത്തിയിരുന്നത്. ഇപ്പോ ഇന്നത്തെ ആ ഒരു ആക്ട് കണ്ടപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട് അൻസിബയ്ക്ക് മടുത്തു. അതുകൊണ്ട് തന്നെ ആയിരിക്കും നോറ പറഞ്ഞ കാര്യം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ആ തെറ്റ് അംഗീകരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നോമിനേഷനിലേക്ക് പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നോറയ്ക്ക് നോമിനേഷൻ ഫ്രീ ആയിട്ട് കിട്ടി. നോറ സേഫായി. അത് കഴിഞ്ഞ് പിന്നെ പോയത് അപ്സരയും ഋഷിയായിരുന്നു. എൻ്റെ പൊന്നോ, പറയാണ്ടിരിക്കാൻ വയ്യ. 2 പേരും ഒരു ഇഞ്ച് വിട്ടുകൊടുത്തില്ല. ബിഗ് ബോസ് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോലും 2 പേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പറയുവാണ് നിങ്ങളുടെ സമയം കഴിഞ്ഞു എന്ന് പറയുവാണ്. അവിടെ നിർത്തിയിട്ടില്ല. പിന്നെയും ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് സമയം കഴിഞ്ഞു, 2 പേർക്കും പോവാം. അറ്റ്ലീസ്റ്റ് ആ ശബ്ദത്തെങ്കിലും റെസ്പെക്ട് ചെയ്യണ്ടേ? 2 പേർക്കും അതുണ്ടായിട്ടില്ല. തെറ്റിനെ നമ്മൾ തെറ്റായിട്ട് തന്നെ പറയണം. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊണ്ടിരിക്കുകയാണ്, പേഴ്സണൽ ഗ്രഡ്ജ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 2 പേരും നോമിനേഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ സിജോയും ശ്രീധുവാണ് വന്നത്. അവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. 2 പേരും 2 പേരുടെയും വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. സമയം കഴിഞ്ഞു, 2 പേരും പുറത്തേക്ക് പോയി. അപ്പോൾ ഇങ്ങനെ വന്നതിൽ നോറ ഒഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിലേക്ക് വന്നു. അതായത് അഭിഷേക്, ജാസ്മിൻ, ജിൻഡോ, അർജുൻ, അൻസിബ, അപ്സര, ഋഷി, സിജോ, ശ്രീധു, ഇത്രയും പേര് നോമിനേഷനിലേക്ക് വന്നു. ഒപ്പം കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച യെല്ലോ കാർഡ് കിട്ടിയതിന്റെ പേരിൽ റസ്മിൻ,
അടുത്ത 2 ആഴ്ചത്തേക്ക് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വന്നേക്കാണ്. സോ ഇവരുടെ കൂടെ റസ്മിനും നോമിനേഷനിലേക്ക് ഉണ്ട്. പിന്നെ വന്നത് കംഫർട്ടിന്റെ സ്പോൺസർ ടാസ്ക് ആയിരുന്നു. ഓടിപ്പോയിട്ട് കംഫർട്ടിന്റെ ലിക്വിഡ് എടുക്കുക. ലിക്വിഡ് എടുത്തവർക്ക് മെമ്പേഴ്സിൽ നിന്ന് ഒരാളെ അവരുടെ കംഫർട്ട് പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യാം. ആദ്യം വന്നത് സിജു ആയിരുന്നു. സിജു നോറയെ വിളിച്ചു. ശരിക്കും സിജു നോറയെ വിളിച്ചിട്ട് അവർ തമ്മിലുള്ള ഒരു പേഴ്സണൽ ഒരു ഗ്രഡ്ജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വഴക്ക് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്, സംഭവിക്കാറുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം സിജു അവിടെ പറഞ്ഞു തീർത്തു. ഇനി അങ്ങനെ ഒരു കാര്യമൊന്നും എൻ്റെ മനസ്സിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോറ എന്നെ കംഫർട്ട് പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്തു. ഋഷി ഓഫ് കോഴ്സ് അൻസിബയെ വിളിച്ചു. ജാസ്മിൻ റസ്മിനെയാണ് വിളിച്ചത്. നന്ദന സായിനെ വിളിച്ചു. അത് നമുക്ക് ഊഹിക്കാം, നമ്മൾ ചിന്തിച്ചു നന്ദന സായി ആയിരിക്കും വിളിക്കുന്നത്. ജിൻഡോ ഞെട്ടിച്ചു കളഞ്ഞു. അപ്സരയെ വിളിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒന്നുകിൽ ശ്രീതുവിനെ വിളിക്കും അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിളിക്കുന്ന വിചാരിച്ചത്. പക്ഷേ ജിൻഡോ അപ്സരേനെ വിളിച്ചു. കാരണം ജിൻഡോ എന്നെ പണ്ട് തുടക്ക സമയത്ത് ഡാൻസ് കളിക്കാൻ പഠിപ്പിച്ച് ഒരു അവാർഡ് മേടിപ്പിക്കാൻ കാരണക്കാരിയായത് അപ്സരയാണ്. സോ അതിന്റെ പേരിലാണ് ജിൻഡോ അപ്സരേനെ കംഫർട്ട് പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്തത്. പിന്നെ അർജുൻ ശ്രീതുവിനെ വിളിച്ചു. അത് നമ്മൾ ഊഹിച്ചൊരു കാര്യമാണ്. ഇങ്ങനെ ഇത്രയും സംഭവിച്ചതിന് ശേഷം എല്ലാവർക്കും ഇതൊരു സ്പോൺസർ ടാസ്ക് ആയിരുന്നെങ്കിലും അത് വിജയ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും സമ്മാനം ഉണ്ടായിരുന്നു. ആ സമ്മാനങ്ങൾ എല്ലാവരും കൊടുത്തു. അതിനുശേഷം കാണിച്ചൊരു സീൻ എന്ന് പറയുന്നത് കിച്ചണിലാണ്. കിച്ചണിൽ എന്തോ സോയാബീൻ എന്തോ ബാക്കി വന്നു. അത് അൻസിബ് എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന സമയത്തിനുള്ളിൽ ജാസ്മിന്റെ കയ്യിൽ നിന്ന് എന്തോ വെള്ളം എന്തോ ഓയിലിനകത്ത് തിളച്ചുകൊണ്ടിരുന്ന വെളിച്ചെണ്ണയാന്ന് തോന്നുന്നു, അതിനകത്ത് വീണിട്ട് മേളിലേക്ക് ആ വെള്ളം ഇങ്ങനെ പൊട്ടിത്തെറിച്ചു. അപ്പൊ എല്ലാവരും ഒന്ന് പേടിച്ചു. ജാസ്മിൻ പോയിട്ട് മുഖം കഴുകി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. അതിനുശേഷം ലാസ്റ്റ് നോറ എന്തോ ഒരു സാധനം, ഒരു ഫ്രെയിം പോലത്തെ ഒരു സാധനം കിച്ചണിന്റെ ആ ടേബിളിന്റെ പുറത്ത് കൊണ്ട് വെക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കൊണ്ട് മനസ്സിലായില്ല. അത് സൂം ചെയ്ത് കാണിക്കുകയും ചെയ്തു, ഒരു സീനറി പോലെ സൂം ചെയ്ത് കാണിക്കുകയും ചെയ്തു. അതെന്താണ് സാധനം, ഒരു ഫ്രെയിം പോലത്തെ ഒരു സാധനമാണ്. അതെന്താണെന്ന് എനിക്കൊണ്ട് മനസ്സിലായില്ല. അപ്പൊ ഇങ്ങനെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നോമിനേഷൻ, ഇത്രയും പേര് നോമിനേഷനിലേക്കൊക്കെ വന്നു. ഇപ്പോൾ ഈ അടുത്ത ദിവസം മുതൽ ഫാമിലി ടാസ്ക് തുടങ്ങുകയാണ്. എല്ലാവരുടെ ഫാമിലി മെമ്പേഴ്സ് വരുന്നതാണ്. അപ്പോൾ ഈ ആഴ്ച പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ജാസ്മിന്റെ വാപ്പയും അതുപോലെ ജിൻഡോയുടെ അച്ഛനും ചിലരുടെ വീട്ടിൽ നിന്നും എല്ലാവരുടെയും ഫാമിലി വരികയാണ്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയായിരിക്കും സംസാരിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. ഇനി ഫാമിലി മാത്രമല്ല ഫ്രണ്ട്സും വരുന്നതാണ് കേട്ടത്. അതൊക്കെ ആരൊക്കെയാണ് വരുന്നതെന്നൊന്നും നമുക്കറിയില്ല. എനിവേ നമുക്ക് അടുത്ത ദിവസത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം.